നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു വിഭവമാണ് സാമ്പാർ. എല്ലാവരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സാമ്പാറാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഞാൻ കഴുകിയെടുത്ത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ മുറി സവാള ഇതേപോലെ അരിഞ്ഞിടുക. എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇടുക. അതുപോലെ കുറച്ച് ഉപ്പും ഇട്ട് പരിപ്പ് വേവിക്കാൻ വെക്കാം. അപ്പം ഈ ഒരു അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ പരിപ്പിലേക്ക്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 2 വിസിലാണ് വരേണ്ടത്. അപ്പൊ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സാമ്പാറിന് വേണ്ടിയ കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് തക്കാളി, ക്യാരറ്റ്, കിഴങ്ങ്, ബീൻസ്, കോവയ്ക്ക, വെണ്ടയ്ക്ക, മുരിങ്ങാക്കോല്, പച്ചമുളക് ഇത്രയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇതില് നമ്മള് വെണ്ടയ്ക്ക ഇപ്പൊ ചേർക്കുന്നില്ല. ബാലൻസ് എല്ലാം നമ്മളിപ്പോ വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, സാമ്പാർ പൊടി ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ ഇട്ടോ കേട്ടോ. ഞാൻ ഈ കഷ്ണത്തിനുള്ള സാമ്പാർ പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച്. ഇതിലേക്ക് ശകലം കായപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം പുളി പിഴിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട. ഇതേപോലെ ഒന്ന് കഷ്ണങ്ങൾ കുറച്ച് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്തേച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് 2 വിസില് കുക്കറിന്. നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അതേ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു ശകലം ഉലുവ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇല്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കുക. ചെറിയുള്ളി തന്നെ ഇടണേ. ചെറിയുള്ളി ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. 2 വറ്റൽമുളക് ഇടുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ശകലം സാമ്പാർ പൊടി ചേർക്കുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാമ്പാർ പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി വരും. പെട്ടെന്ന് പൊടി മൂക്കൂട്ടോ. പൊടി മൂത്ത ഉടനെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണം ഇതിനകത്തോട്ട് ഒഴിക്കാം. ഒഴിക്കാം. അപ്പം നമ്മുടെ സാമ്പാർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉപ്പൊക്കെ നോക്കണം. അതിന് ശേഷം ഒരു ശകലം മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ രുചികരമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.